കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ച് പച്ചമുളകും കൂടി അതിൽ ചേർക്കാം. എന്നിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണ ചൂടാകുമ്പം നന്നായിട്ട് അത് മുറിച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആവും. ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇടാം. വളരെ വേഗം നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നമ്മളിതിൽ ആദ്യമേ തന്നെ ഒരല്പം ഉപ്പ് ചേർത്തിരുന്നു. രണ്ടാമത് ഇത് മിക്സ് ചെയ്തപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തു. പിന്നെ ബാക്കി ഇതല്ലാണ്ട് കുരുമുളകും ഇട്ടിട്ടുണ്ട്. അധികം ഉപ്പ് ഇടാതെ ആണിത് തയ്യാറാക്കിയത്. ഇപ്പോൾ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കൂടുതലുണ്ടായും. പ്രഷറൊക്കെ ഉള്ള ആൾക്കാർക്ക് അധികം ഉപ്പ് ഇടാതെ വേണമെങ്കിൽ ചട്നി യൂസ് ചെയ്യാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉപയോഗിക്കാം. റൗണ്ടാക്കി തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരുപാട് അരഞ്ഞില്ലെങ്കിൽ ചിലപ്പം എണ്ണയിൽ ഇടുമ്പം ഇതെല്ലാം ഇങ്ങനെ ചക്കക്കുരുവിന്റെ ഈ പീസസ് ഒക്കെ ഇങ്ങനെ ഇളകിപ്പോവാൻ സാധ്യതയുണ്ട്. വലുതായിട്ടും യൂസ് ചെയ്യാം. പ്രഷർ കുക്കറിൽ ഒരു വിസിൽ കേൾക്കുന്നവരെ ചക്കക്കുരു വേവിക്കുകയാണെങ്കിൽ പിന്നെ ഒരു തവി കൊണ്ട് ഒന്നും ഉടച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. നന്നായിട്ട് അത് ഉടഞ്ഞ് കിട്ടും. ഓക്കെ, ചെറുതാക്കി എണ്ണയിലേക്ക് ഇടാം. ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഉള്ളതുകൊണ്ടാണ് എണ്ണയിലേക്ക് ഇട്ടപ്പം എണ്ണ അങ്ങോട്ട് പതയാൻ തുടങ്ങിയത്. നമ്മൾ ഒരുപാട് സ്പൈസസ് ഇതിൽ ഒന്ന് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഈ ഇലകളെല്ലാം കൂടി അരച്ച് ചേർത്തിരിക്കുകയല്ലേ. അത് ബ്രൗൺ കളർ ഗോൾഡൻ യെല്ലോ ആയിക്കഴിഞ്ഞു. ഒരുപാട് മൂക്കണ്ട, അല്ലെങ്കിൽ ഒരുപാട് അത് കരിയുന്ന വരണ്ട. അതുകൊണ്ട് നല്ല ഒരു ഗോൾഡൻ യെല്ലോ ആകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ല വടയായി കഴിഞ്ഞു. ഇപ്പോൾ ചക്കക്കുരു വട ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പൊ എത്രത്തോളം അത് യോജിച്ച് വരുന്നോ അങ്ങനെയായിരിക്കും ആ വടയുടെ ഭംഗിയും സ്വാദും ഉണ്ടാവുക. അതുകൊണ്ട് ചക്കക്കുരു നന്നായിട്ട് ചൂടാക്കി വേണമെങ്കിൽ എടുക്കാം, വേവിക്കണം എന്നില്ല. എന്നിട്ട് അത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ എന്തൊക്കെ ചേർക്കണം എന്നൊന്നും കൂടി പറയാം. കുറച്ച് ഇതിപ്പോ കിളുത്ത വെളുത്തുള്ളിയാണ്, കിളിപ്പിച്ച വെളുത്തുള്ളി എടുത്തു. അല്ലാത്തതായാലും കുഴപ്പമില്ല, അതിന് വേറൊരു ടേസ്റ്റാണ്. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, സവാള, കറിവേപ്പില, മല്ലിയില, പുതിനയില, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കണം. അരയ്ക്കുന്നത് ഈ ചക്കക്കുരു തരിതരിയായിട്ട് കിടക്കാത്ത പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. മാവ് പോലെ അത് വരുവാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പുള്ള വട കിട്ടും. അപ്പം പക്ഷെ എടുക്കുമ്പോൾ അത് തിളച്ച എണ്ണയിലേക്ക് വേണം നമ്മൾ ഇടാൻ. ഇതിപ്പോൾ നമുക്കൊരു സർവിങ് ട്രേയിലേക്ക് പകർന്നെടുക്കാം. ഇപ്പോൾ Rhythm of Cookery